2026 ഫെബ്രുവരി മാസം 28-ാം തീയതി ശനിയാഴ്ച പകൽ തിരുവല്ലയിൽ ആഞ്ഞിലിമൂട് ജംഗ്ഷനിൽ തുകലശ്ശേരി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ എതിർവശത്തായി പ്രവർത്തിക്കുന്ന അഡോണായി ചർച്ച് വർഷിപ്പ് സെൻറ്ററിൻ്റെ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി ഞാൻ എത്തുന്നു. തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രവചനദൂത് കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും വളരെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഈ ഞെട്ടിവിറച്ചാണ് ഞാൻ പലപ്പോഴും ഇരിക്കാറുള്ളത്. കാരണം അതിൻ്റെ വലിപ്പം അത്രമാത്രം വലുതാണ്, വിറച്ചു പോകും. ഇന്നത്തെ ദൂതിനകത്ത് തൻ്റെ സർവാധികാരത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ചില മേഖലകളിലേക്ക് ഒരു കമാൻഡ് ഇന്ന് അയക്കപ്പെടും. വലിയ ദൈവപ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൂതിലേക്ക് കിടക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. 2 കാര്യങ്ങൾ ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ഒന്ന്, ദൈവപിതാവ് തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ യേശുവിനെ സ്നേഹിക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒരു വലിയ പ്രവൃത്തിയായി തന്നെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹം പുത്രനിലേക്ക് പകരപ്പെടുന്നു. ഈ സ്നേഹം പകരപ്പെടുന്നത് കൊണ്ട് തന്നെ, സ്നേഹം പിതാവിന് പുത്രനോടുള്ളത് കൊണ്ട് തന്നെ പിതാവ് ഒരു കാര്യം ചെയ്യുന്നു. ആ കാര്യമാണ് അടുത്തത്. സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പിതാവായ ദൈവത്തിന് യേശുവിനോടുള്ളതായ സ്നേഹത്തിൻ്റെ ഫലമാണ് ഈ സകലതും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇത് കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ മേലുള്ളതായ ദൈവിക പരമാധികാരത്തിൻ്റെ ഏറ്റവും ശക്തമേറിയ തെളിവായിരിക്കുന്നൊരു വചനമാണ്. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ ആത്മാവിൽ നിറഞ്ഞു പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ പരമാധികാരം അനന്തമാണ്. ഹല്ലേലൂയ. എല്ലാ വസ്തുക്കളുടെ മേലും, എല്ലാ വ്യക്തികളുടെ മേലും, ഏത് സാഹചര്യത്തിൻ്റെ മേലും, നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥയുടെ മേലെയും ഒറ്റ അധികാരിയേ ഉള്ളൂ. അതിൻ്റെ മീതെ നിയന്ത്രണം വഹിപ്പാൻ പര്യാപ്തതയുള്ള ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുവാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം, എൻ്റെ ഈ കാര്യം ഇന്ന ഓഫീസിൽ അത് ഇന്ന സാറിനെ കൊണ്ടേ നടക്കത്തുള്ളൂ, ഞാൻ ഇന്ന് പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം ചെയ്തു തരാൻ ആ വ്യക്തി തീരുമാനിച്ചേ മതിയാകുകയുള്ളൂ. ദൈവമേ, ഇന്ന് എനിക്ക് പോകണമെങ്കിൽ എംബസിയിൽ ഈ കാര്യം നടക്കണം, ബാങ്കിൽ ഈ കാര്യം നടക്കണം, കോടതിയിൽ ഈ കാര്യം നടക്കണം, പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം നടക്കണം, ഞാനിന്ന് പോകുന്ന എൻ്റെ കോളേജിൽ ഈ കാര്യം നടക്കണം, എൻ്റെ ഓഫീസിൽ എൻ്റെ ബോസ് എന്നോട് ഇങ്ങനെ ഈ കാര്യം ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മൾക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ നമുക്ക് വേണ്ടി അനുവദിക്കണമെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെക്കുറിച്ച് നമ്മളിങ്ങനെ ആകുലത നിറഞ്ഞവരായി പലരും പലതും ചെയ്തു തരേണ്ടതിന് വേണ്ടി തത്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ വചനം നമ്മളോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കീഴിൽ മാത്രമാണ്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഏത് മനുഷ്യഹൃദയം എങ്ങനെ ചലിക്കണമെങ്കിലും, ഏത് അധികാരിയെ എങ്ങനെ തിരിക്കണമെങ്കിലും കർത്താവിനെ കൊണ്ട് കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നമ്മളോട് പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുപോലെ ഇരിക്കുന്നു, അവിടുത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. ഒരു ഡ്രൈവർ ഒരു സ്റ്റിയറിംഗ് തിരിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിൻ്റെ തലയിൽ പുരട്ടാൻ അല്പം എണ്ണ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മ കുഞ്ഞിൻ്റെ തലയിലേക്ക് ആ എണ്ണ ചരിച്ചൊഴിക്കുന്നത് പോലെ രാജാക്കന്മാരുടെ ഉന്നത അധികാരികളുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെങ്ങോട്ടേക്ക് തിരിക്കണമെന്ന് അവിടുന്ന് തീരുമാനിക്കും. ഇതെങ്ങോട്ട് ചലിക്കണമെന്നത് അവിടുത്തെ തീരുമാനമാണ്. രാജാക്കന്മാരെ ബന്ധിക്കുന്ന, മന്ത്രിമാരുടെ അരക്കച്ചകളെ അഴിക്കുന്ന, ഏത് ഉന്നതനെയും ന്യായം വിധിക്കുന്ന, മന്ത്രിമാരെ കവർച്ചയ്ക്കായി കൊടുക്കുന്ന പരമോന്നതനായ കർത്താവിനെയാണ് നീ സേവിക്കുന്നതെന്ന് മറക്കരുത്. നിന്റെ കർത്താവും രക്ഷിതാവുമായ യേശു ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നവും
നീ ചുമക്കുന്ന ഭാരവും ഏത് സോഴ്സിൽ നിന്നുള്ളതാണെങ്കിലും അതിന് കാരണമായിരിക്കുന്ന വ്യക്തി എത്ര ഉന്നതനാണെങ്കിൽ പോലും ആ ഹൃദയത്തെയും ആ വ്യക്തിയുടെ നിലപാടിനെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവാണ് എന്ന് തിരിച്ചറിയുക. യേശുവിൻ്റെ നിയന്ത്രണത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ഇന്ന് അനുകൂലമാകാൻ പോവുകയാണ്. പിതാവ് പുത്രനെ സ്നേഹിച്ച് സകലതും പുത്രന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി യേശു അവർക്ക് ആവശ്യമായതും അവർ ആവശ്യപ്പെടുന്നതിനേക്കാൾ അതീതമായതും ചെയ്തു കൊടുക്കുന്ന നല്ല കർത്താവാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല എന്നും ഒരു ചെവി കേട്ടിട്ടില്ല എന്നും ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നും ദൈവവചനം പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുക. ഇന്ന് പകൽ യേശുവിനെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമേറിയ കാര്യം പോലും നിങ്ങൾക്ക് സിമ്പിളായി തന്നെ സാധിച്ചു കിട്ടും. യേശുവിൻ്റെ ഈ അധികാരത്തിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. യേശുവിന് പിതാവായ ദൈവം തൻ്റെ കരത്തിലുള്ളതെല്ലാം കൈമാറിയിരിക്കുകയാണ്. പിതാവിൻ്റെ കൈകളിലുള്ളതെല്ലാം പുത്രന്റെ മേൽ ഇന്ന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവും രക്ഷിതാവും ദൈവവുമായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ അറിഞ്ഞിരിക്കെ യേശുവിനെ സ്നേഹിക്കുകയാൽ, യേശു നിങ്ങളെയും സ്നേഹിക്കുകയാൽ നിങ്ങൾക്ക് വേണ്ടത് അവിടുന്ന് നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ചു തരും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, പിതാവേ, നീ തന്നിട്ടുള്ള എല്ലാവരുടെ മേലും എനിക്ക് അധികാരമുണ്ട്. പിതാവായ ദൈവം യേശുവിന് നൽകിയിരിക്കുന്ന സകലരുടെ മേലും യേശുവിന് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ് സകല മനുഷ്യരുടെയും നിയന്ത്രണങ്ങൾ ഇരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുക. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിലാണ് യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ തിരുവെഴുത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഒരു സ്ഥലകാല പരിമിതികളെ കൊണ്ട് ഒതുക്കാൻ കഴിയാത്ത, ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഏതറ്റത്തും ഒരുപോലെ നിലകൊള്ളുന്ന, ഒരേപോലെ ശക്തമായിരിക്കുന്ന, അതിശ്രേയസ്സുള്ള ഉന്നതമായിരിക്കുന്ന പരമാധികാരം കൈയാളുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുവാണ്. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ അകത്തും കോടാനുകോടി വാനഗോളങ്ങളുടെ ഉള്ളിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും ഒരേപോലെ തൻ്റെ അധികാരം കൈയാളാൻ പ്രാപ്തനായിരിക്കുന്ന ഒരേ ഒരാൾ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ജീവന്റെ അകത്തും മരണത്തിൻ്റെ അകത്തും ഒരേപോലെ അധികാരം യേശുവിനേ ഉള്ളൂ. നോക്കൂ, പുറത്തു നിൽക്കുന്ന വ്യക്തികളോട് സംസാരിക്കുന്നത് പോലെ തന്നെ 4 ദിവസത്തിന് പുറകിൽ മരിച്ചുപോയ ഒരുവന്റെ ചീഞ്ഞളിഞ്ഞ ശവശരീരം വെച്ചിരിക്കുന്ന ശവക്കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് യേശു വിളിക്കുകയാണ്, ലാസറേ വെളിയിൽ വരിക. ഈ ഒരു വാക്ക് കേട്ട മാത്രയിൽ മരിച്ചവൻ പുറത്തു വന്നു. അതായത് ജീവന്റെ അകത്തും മരണത്തിന്റെ അകത്തും പരമാധികാരം ഒരുപോലെ തന്നെ. രാത്രിയുടെ ഒരു 4-ാം യാമത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ സഞ്ചരിക്കുന്ന പടക് വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. ഒരു സങ്കോചവും കൂടാതെ കരയിലൂടെ നടന്നു വരുന്ന പോലെ തന്നെ കടലിൽ തിരമാലകളുടെ മീതെ നടന്നു വന്നില്ലേ? കരയും കടലും ഒരുപോലെ. ശിഷ്യന്മാർ ഒരിക്കൽ പറഞ്ഞു, ഹോ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്ന ഇവൻ ആർ? പുറത്തു നിന്ന് കരയിൽ നിന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടെ കടലിൽ നിന്നും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. ശാന്തമായൊരു അന്തരീക്ഷത്തെ ഹാൻഡിൽ ചെയ്യുന്ന അതേ പവറിൽ കൊടുങ്കാറ്റ് നിറഞ്ഞൊരു കടലിനോടും കൽപ്പിക്കുകയാണ്. എന്തൊരു അധികാരമായത്! എന്നൊരു പരമാധികാരമായത്! പച്ചവെള്ളത്തിന്റെ മേലും വീഞ്ഞിന്റെ മേലും ഒരേ അധികാരമാണ്. ഇരുട്ടിന്റെ മേലും പ്രകാശത്തിന്റെ മേലും ഒരേ അധികാരമാണ്. ജീസസ് ദൈവദൂതന്മാരുടെ മേലും പിശാചുക്കളുടെ മേലും ഒരുപോലെ തന്നെ പരമാധികാരി. ജീവന്റെയും മരണത്തിൻ്റെ മീതെ ഒരുപോലെ പരമാധികാരി. കഴിഞ്ഞ കാലത്തിൻ്റെ മേലും ഈ ദിവസത്തിൻ്റെ മേലും ഒരുപോലെ അധികാരി. തീർന്നില്ല, ഭാവിയുടെ മേലും ഒരേപോലെ പരമാധികാരി. കാലങ്ങൾക്ക് പുറകിൽ എങ്ങനായിരുന്നോ അതുപോലെ കാലത്തിൻ്റെ അവസാനവും അതേപോലെ ആയിരിക്കുന്ന ഒരുവൻ. ഇത്ര മഹാനായ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്ര ശക്തനായ ഒരാളെ നിങ്ങൾക്ക് ചിന്തിക്കാനെങ്കിലും പറ്റുമോ? ഒരു ഭാവന സാഹിത്യത്തിലെങ്കിലും ഇങ്ങനൊരാളെ എഴുതാൻ പറ്റുമോ? നടക്കത്തില്ല. യേശു എന്ന എൻ്റെ ജീവനാഥനെ പോലെ എൻ്റെ യേശു മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുവിന് തുല്യനായി, എൻ്റെ യേശുവിന് സമത്വം പിടിക്കാൻ പ്രാപ്തനായി ഭൂമിയിലോ സ്വർഗത്തിലോ മറ്റാരും ഇല്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ, ഈ യേശുവിനെ സ്നേഹിക്കുന്നത് പുണ്യമാണ്, ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഈ യേശുവിന് ജീവിതം കൊടുക്കുക എന്നാൽ സത്യദൈവത്തിന് ഹൃദയം തുറക്കുക എന്ന അർത്ഥം.
യാഥാർത്ഥ രക്ഷ അനുഭവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ അറിഞ്ഞാൽ എല്ലാം നേടി, യേശുവിനെ ഉള്ളിൽ കിട്ടിയാൽ എല്ലാമായി. യേശു ഉണ്ടോ? സകലതുകൊണ്ട്. യേശുവാണ് എല്ലാം എല്ലാം എല്ലാം. സകലത്തിൻ്റെയും കാരണഭൂതൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തിന് മീതെയും വാഴുന്നവൻ. ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒരുപോലെ വാഴ്ത്തുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. ടെറിറ്ററികൾ മാറുന്നതിനനുസരിച്ച്, രാഷ്ട്രങ്ങളുടെ ബൗണ്ടറികൾ മാറുന്നതിനനുസരിച്ച് തദ്ദേശീയമായിരിക്കുന്ന വിശ്വാസധാരകളുടെ അതിർത്തികളെ എല്ലാം പൊളിച്ചുകൊണ്ട് സാർവലൗകികമായി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, വൃദ്ധനെന്നോ ബാലകരെന്നോ വ്യത്യാസമില്ലാതെ സകല അതരങ്ങളും ഒരുപോലെ വാഴ്ത്തി മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിൻ്റെ നാമമാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്നത് സൂര്യവെളിച്ചമുള്ളൊരു സ്ഥലത്താണെങ്കിൽ, ഭൂമിയുടെ മറുവശത്ത് ഇരുട്ടുള്ളൊരു വൻകരയിലും, അതേ സ്ഥലത്തും മനുഷ്യർ ഉറങ്ങുന്നിടത്തും ഉണർന്നിരിക്കുന്നിടത്തും ഒരുപോലെ ആരാധിക്കപ്പെടുന്നൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. ഈ നാമം ഭയങ്കരമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് യേശുവിൻ്റെ നാമം. അതിനേക്കാൾ പവർഫുള്ളാണ് ആ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന നാമത്തിൻ്റെ ശക്തി, ആ നാമത്തിൻ്റെ അധികാരം. ഇന്ന് നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുന്നോ അതിനേക്കാൾ മാരകമായ ശേഷി നിങ്ങൾ വഹിച്ചിരിക്കുന്ന യേശുവിൻ്റെ അധികാരത്തിനും യേശുവിൻ്റെ നാമത്തിനുമുണ്ട്. ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവപിതാവ് അധികാരം കൊടുത്തു. ഇതൊരു അധികാരമാണ്, ഇതൊരു അധികാരമാണ്, ഇതൊരു അധികാരമാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ പൈതലായി തീരുക എന്ന് പറയുന്നത് പെന്തക്കോസിൽ ചേരുക എന്നുള്ളതല്ല, ക്രിസ്ത്യാനിയാകുക എന്നുള്ളതല്ല, പിന്നെയോ ഏതോ പള്ളി പേരെഴുതുക എന്നുള്ളതല്ല. ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചൊരു അധികാരം ഏറ്റെടുക്കുക എന്നതാണ്. ആ അധികാരത്തിന് മുമ്പിൽ ഭൂതങ്ങൾ വിറയ്ക്കും, പിശാചുകൾ മുട്ടുമടക്കും, ശാപങ്ങൾ പൊട്ടും, രോഗങ്ങൾ സൗഖ്യമാകും. ഈ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് കിട്ടുന്ന ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള അധികാരത്തിൽ ഒരുവൻ മുറുകെ പിടിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ത് ദോഷമുണ്ടെങ്കിലും അത് അനുഗ്രഹമായി മാറും, എന്ത് ശാപമുണ്ടെങ്കിലും അത് പൊട്ടിമാറും. യേശുവിനെ പോലെ മറ്റൊരാളില്ല, യേശുവിന് തുല്യനായി വേറൊരാളില്ല. ആ നാമത്തിന്റെ ആ ശക്തിയുടെ അധികാര മഹിമ നാക്കുകൊണ്ട് വർണ്ണിപ്പാനോ ഭാഷകൾ കൊണ്ട് എഴുതി തീർക്കാനോ വിവരിപ്പാനോ കഴിയുന്നതിനേക്കാൾ ഉന്നതമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വായനയിൽ വായിച്ചൊരു വാക്ക് ഞാൻ ഓർത്ത് നിങ്ങളോട് പറയട്ടെ. ഈ ആകാശം മുഴുവൻ ഒരു പേപ്പറായി എടുത്ത് ഈ മുഴുവൻ പ്രപഞ്ചത്തിലെ സമുദ്രങ്ങളിലെയും ജലം മഷിയായും, മുഴുവൻ വൃക്ഷലതാദികൾ പേനയായും, മുഴുവൻ ജീവജാലങ്ങൾ എഴുത്തുകാരായും ഒന്നിച്ചു ചേർന്ന് എഴുതിയാലും യേശുവെന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു അക്ഷരം പോലും എഴുതി തീർക്കാൻ കഴിയുകയില്ല. അത്രമേൽ വലിയ സ്നേഹമാണിത്, അത്രമേൽ വലിയ അധികാരമാണിത്, അത്രമേൽ വലിയ ശക്തിയാണിത്. ഞങ്ങളുടെ കർത്താവേ, ആരാധനായ യേശു പരാ. അപ്പാ, ഞങ്ങൾ ഇന്ന് രാവിലെ കേട്ട ഈ പ്രവചന ദൂതിൻ്റെ നടുവിൽ ഞങ്ങളെ ഭാരിക്കുന്ന ഏത് പ്രശ്നത്തിനും സമൂലമായ പരിഹാരം അവിടുത്തെ നാമത്താൽ തുറക്കപ്പെടുന്ന വേളയാണല്ലോ ഇത്. ഞങ്ങളോട് പറഞ്ഞ ഈ ദൂതിന് മുമ്പിൽ ഹൃദയം തുറന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ തൊട്ടതിനായും ഇന്നത്തെ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ യേശു ഇടപെടുന്നതിനായിട്ടും സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞ രാജാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പാ, ഇന്നത്തെ ദൂതിന് മുമ്പിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളം ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെയും മറ്റന്നാളും കോട്ടയത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 6 എന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ നടക്കുകയാണ്. നാളെ ശനിയാഴ്ച, നാളെ നമ്മുടെ ചർച്ചിൽ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബെന്നി ജോസഫ് ശുശ്രൂഷിക്കുന്നു. വരുന്ന മാർച്ച് മാസം 4-ാം തീയതി മുതൽ ദോഹയിൽ കർത്താവിൻ്റെ കൃപയാൽ അഗാപ്പെ ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ എത്തുന്നു. നമുക്ക് നേരിൽ കാണാൻ ദോഹയിലുള്ള എല്ലാ ദൈവമക്കളും ഈ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് ഒത്തുചേരാം, ദൈവകൃപ നമുക്ക് അനുഭവിക്കാം. ധാരാളമായ ദൈവിക സ്നേഹത്തിൽ മുന്നോട്ടേക്ക് നീങ്ങാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.